ചവിടാ കടുപ്പത്തിലൊരു ചായ. ചേട്ടാ ആളിനെ അറിയില്ലേ? മോട്ടിവേഷൻ ക്ലാസ് സൂപ്പറായിട്ട് എടുക്കും. യൂട്യൂബിൽ നല്ല ഫേമസ് ആണ്. നമ്മുടെ വീട്ടിലെ അടുത്താണ്. അപ്പോൾ മൂപ്പർക്ക് എന്നെ അറിയാം. എൻ്റെ കുട്ടികൾ മുഴുവൻ യൂട്യൂബിൽ മൂപ്പറിൻ്റെ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. ഇറ്റ്സ് ഓക്കെ. അതായത് ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. എന്നാലാണ് നമ്മളാരാ നമ്മളെന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഞാൻ ഒരു കഥ പറയാം. കഥയിൽ ചോദ്യമില്ല. അതായത് ഒരുത്തൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൻ വേൾഡ് ബാങ്കിൽ പോയിട്ട് അവൻ പറയുകയാണ്, ഞാൻ ബിൽഗേറ്റ്സിൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എന്നെ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാകാം. അപ്പോൾ വേൾഡ് ബാങ്ക് പറഞ്ഞു അതിനെന്താ, ബിൽഗേറ്റ്സിൻ്റെ വരുമാനമല്ലേ ആക്കാമെന്ന്. ഇവൻ നേരെ ബിൽഗേറ്റ്സിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു തരണം. അവരെന്താ പറഞ്ഞത്? ഓ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് അല്ലേ, എൻ്റെ മകളെ കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞു. അതാ പറയുന്നത്, ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ചാലേ രക്ഷപ്പെടുള്ളൂ. ഓക്കെ. ചമ്മണിട്ടാ, ഞാൻ കുറച്ച് തിരക്കാണ്, വൈകുന്നേരം കാണാം കേട്ടോ. ഓക്കെ. മൂപ്പർ പറഞ്ഞ കഥയിൽ ലോജിക്ക് കുറവാണെങ്കിലും നല്ല ഐഡിയ ഉണ്ട് കേട്ടാ. ഐഡിയ കുഴപ്പമില്ലല്ലേ ചമ്മണേട്ടാ? എന്താ ഐഡിയടാ, മൂപ്പൻ്റെ ക്ലാസ്സും കേട്ടിട്ട് നമ്മുടെ രാജൻകുട്ടിയില്ലേ, അവൻ നേരെ ഗേതവ് ബാങ്കിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ നാപ്പൻകുട്ടി മോലാളിൻ്റെ മകളിന് കല്യാണം കഴിക്കാൻ പോകണം, നിങ്ങൾ എന്നെ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആക്കണമെന്ന്. നേരെ നാപ്പൻകുട്ടി മോലാളിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൂത്ത മകളിനെ എനിക്ക് കെട്ടിത്തരി, ഞാൻ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആവാൻ പോവുകയാണെന്ന്. എന്നിട്ടോ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിച്ചു. അവിടെ ജില്ലാ ആശുപത്രിയിൽ 4 മാസമായി ഐസിയുയിൽ കിടക്കണ ഈ ചെക്കൻ. ഡോക്ടർ എല്ലിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കണു, എല്ല് ഈ മുറുക്ക് പൊടിഞ്ഞ് കിടക്കണ പോലെ കിടക്കണ്ട. ഇവർക്കൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് പോയാൽ മതി. അനുഭവിക്കുന്ന ഈ പാവികളടാ.